കേരളത്തില് ഒരു അധ്യാപികയ്ക്കൊരു സംസ്ഥാന മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് കിട്ടുക എന്ന് പറയുന്നത് ഒരു പുതുമ തന്നെയാണ്. IFFK ഒരുപാട് നല്ല പ്രതികരണങ്ങൾ കിട്ടിയിരുന്നു, അവാർഡ് പ്രതീക്ഷിക്കുന്നു എന്നൊക്കെ അവർ പറഞ്ഞു. പക്ഷെ അപ്പോഴും ഞാൻ ഇതന്നെ വലിയ നല്ല അവാർഡാണല്ലോ ഈ വാക്കുകൾ. ഫിലിം ഇൻഡസ്ട്രിക്കും അതേപോലെ ജൂറിയോടൊക്കെ വളരെയധികം റെസ്പെക്ട് തോന്നിയ ഒരു സംഭവമാണ് ഈ തടവിൽ. ഇങ്ങനെ സാധാരണയായ ഞങ്ങളെ പോലുള്ള ആളുകൾക്ക് അത് ടീച്ചറെ ഉർവശി ചേച്ചിയോടൊപ്പം അംഗീകരിച്ചു എന്ന് പറയുമ്പോൾ അതിലെ പ്യൂരിറ്റി, അതുകൊണ്ട് റിയലി റെസ്പെക്ട്. കണ്ടിരിക്കുന്ന ആൾക്കാർ വെറുതെ ആവില്ല എന്നുള്ളത് സംശയമില്ല. അവര് അതിൽ നിന്ന് കണ്ണ് എടുക്കാതെ ഗ്യാരണ്ടി ഇപ്പൊ ഞങ്ങൾക്ക് നല്ല ഗ്യാരണ്ടി ആയി. ടീച്ചർക്ക് നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, പ്ലസ് ചില സിനിമയിലും ഷോർട്ട് ഫിലിമിലൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും എന്താണ് യഥാർത്ഥ ബീന എന്നറിയാൻ അങ്ങനെ ഒരു കഥാപാത്രം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ തിയേറ്റർ തന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തിയേറ്റർ എന്ന് പറയുമ്പോൾ നമുക്കത് അങ്ങനെ ചെയ്യാം എന്നുള്ളൊരു ധാരണകളുണ്ട്. നമ്മൾ കുറേ സ്റ്റേജുകൾ ചെയ്യുമ്പോൾ ഒരു പെർഫോം ചെയ്യാനുള്ള ഒരു ആത്മവിശ്വാസം എന്നുള്ളത് തിയേറ്റർ നമ്മൾ തന്നെയാണ്. വല്ലാത്തൊരു കോംപ്ലക്സ് ക്യാരക്ടറായിരുന്നു അത്. അപ്പോൾ ഞാനതിനെ എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ചിന്തകളായിരിക്കും. അപ്പോൾ ഇവർ പലപ്പോഴും പറയും പോയിട്ടോ ഇങ്ങനെ പോയി എന്ന് പറയും പണ്ടത്തെ. ഇന്ന് തടവ് സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളാണ് നമ്മളോടൊപ്പം ഉള്ളത്. അവരെ നമുക്ക് നമ്മുടെ ഷോയിലേക്ക് സ്വാഗതം ചെയ്യാം. അപ്പം എല്ലാവർക്കും നമസ്കാരം. സിനിമാ ഭ്രാന്തിൽ വന്നൊരു ഒരുപാട് സന്തോഷം. അപ്പം ഈ വരുന്ന 21-ാം തീയതി ഫൈനലി സിനിമ തിയേറ്ററിലേക്ക് എത്തുകയാണ്, റിലീസാണ്. എന്താണ് പ്രതീക്ഷകൾ? നല്ല സന്തോഷമുണ്ട്. കാരണം കുറച്ച് കാലങ്ങളായിട്ട് അത് തടവിലായിരുന്നല്ലോ. അത് തിയേറ്ററിൽ എത്തുക എന്ന് പറയുമ്പോൾ എല്ലാവരും കാത്തിരിക്കുകയാണ്. ഇപ്പോൾ 2 അവാർഡും കൂടി കിട്ടിയപ്പോൾ സംസ്ഥാന അവാർഡുകൾ മികച്ച സംവിധായകനും നവാഗത സംവിധായകനും അതുപോലെ മികച്ച നടിക്കും കിട്ടിയപ്പോൾ ആളുകൾ ഇത് കാത്തിരിക്കുകയാണ് കാണാനായിട്ട്. അപ്പോൾ അത് എന്ന് പറയുമ്പോൾ സന്തോഷമുണ്ട്. അതെ, തടവിലായിരുന്നല്ലോ. അപ്പോൾ അതിപ്പോൾ റിലീസാവുക എന്ന് പറഞ്ഞപ്പോൾ വളരെയധികം സന്തോഷം. പിന്നെ ദിന ആർ ചന്ദ്രൻ ആരാണെന്ന് പലരും ചോദിച്ചില്ലായിരുന്നു. അപ്പോൾ പല വേദികളിലും പോകുമ്പോൾ ഏതാണ്ട് ചില കലാപ്രകടനങ്ങളൊക്കെ കാഴ്ചവെച്ചതുകൊണ്ട് തന്നെ ആരാണ് ബീന ആർ ചന്ദ്രൻ എന്നുള്ളത് കുറേയൊക്കെ ജനത്തിന് ബോധ്യമായിരിക്കും. അപ്പോൾ എല്ലാവരും വളരെ ആകാംക്ഷയോട് കൂടിയിട്ടാണ് തടവ് കാണാനിരിക്കുന്നത്. അതുപോലെ തന്നെ കേരളത്തില് ഒരു അധ്യാപികയ്ക്കൊരു സംസ്ഥാന മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് കിട്ടുക എന്ന് പറയുന്നത് ഒരു പുതുമ തന്നെയാണ്. ഒരു മന്ത്രി ശിവൻകുട്ടി അല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് അധ്യാപകരുടെ വിദ്യാഭ്യാസ വകുപ്പിന് തന്നെ ഒരു അംഗീകാരമാണ് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം. അധ്യാപകരൊക്കെ ഒരുപാട് സന്തോഷത്തിലിരിക്കുകയാണ്, കുട്ടികളും. കാരണം 30 വർഷമായി, ഞങ്ങൾ രണ്ടുപേരും 30 വർഷമായി അധ്യാപന രംഗത്ത്. അപ്പോൾ ഒരുപാട് കുട്ടികൾ നമ്മുടെ മുന്നിലൂടെ പോയിട്ടുണ്ട്. അവരെല്ലാവരും ഒരു കാത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്താണ് ഫാസിൽ റസാഖിന്റെ സംവിധായകൻ, അവർക്ക് ആദ്യത്തെ ഒരു പടത്തിന് കിട്ടുന്നൊരു അവാർഡ് ഒക്കെ എല്ലാം കൊണ്ട് ഞങ്ങൾക്ക് തൃപ്തരാണ്. പക്ഷെ ഇപ്പോൾ നല്ല തൃപ്തരാവുന്നത് ഈ 21-ാം തീയതി പടം ഇറങ്ങുമ്പോഴാണ് ഞങ്ങൾക്ക് മാനസികമായിട്ടുള്ളൊരു സന്തോഷം കൂടുതൽ കിട്ടുന്നത്. അതെ, കാരണം IFFK-യിലായിരുന്നു ഇപ്പൊ നമ്മള് കാണിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഭീകരമായിട്ടുള്ള റെസ്പോൺസും ഒരുപാട് നല്ല അഭിപ്രായങ്ങളും പ്രോത്സാഹനം കിട്ടിയ ഒരു സമയം തന്നെ IFFK-യിൽ ഇത് പ്രദർശിക്കാം. പ്രത്യേകിച്ച് ബീന ടീച്ചറുടെ ഗീത ടീച്ചർ എന്ന് പറയുന്ന ക്യാരക്ടറിനെ ഭീകരമായിട്ട് എല്ലാവരും ഇവിടെ എന്താ പറയാ ഭയങ്കരമായിട്ട് അപ്രോച്ച് ചെയ്തിട്ടുണ്ട് എല്ലാവരും ആ ഒരു ക്യാരക്ടറിനെ കുറിച്ചൊക്കെ. പ്ലസ് കഴിഞ്ഞ വർഷം ഉർവശി ചേച്ചിയുടെ കൂടെ സ്റ്റേറ്റ് അവാർഡും കൂടെ, അത് ആദ്യത്തെ സിനിമയിൽ തന്നെ സെൻട്രൽ ക്യാരക്ടർ ആയിട്ടുള്ള ആദ്യ സിനിമയിൽ അവാർഡും കൂടെ സ്റ്റേറ്റ് അവാർഡും കൂടെ കരസ്ഥമാക്കി. ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സിനിമ അവാർഡൊക്കെ IFFK-യിൽ ഒരുപാട് നല്ല പ്രതികരണങ്ങൾ കിട്ടിയിരുന്നു, അവാർഡ് പ്രതീക്ഷിക്കുന്നു എന്നൊക്കെ അവർ പറഞ്ഞു. പക്ഷെ അപ്പോഴും ഞാൻ ഇതന്നെ വലിയ നല്ല അവാർഡാണല്ലോ ഈ വാക്കുകൾ. ഈ പ്രതികരണം തന്നെ അവാർഡ്. നമ്മൾ മറ്റൊന്നും പ്രതീക്ഷിക്കേണ്ടെന്ന് മനസ്സിനെ ഇങ്ങനെ പഠിപ്പിച്ചിരുന്നു. ക്ലാസ്സിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു ടീച്ചറെ അതൊക്കെ പറയും ആളുകൾ, പക്ഷെ ടീച്ചർ ഒരുപാട് മോഹിക്കുന്നത് പിന്നീട് വിഷമിക്കേണ്ട വെച്ചിട്ടാണ്. അതുപോലെ തന്നെ ഞാനും എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ വന്നപ്പോൾ ഒരുപാട് സന്തോഷം. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇരുന്നിട്ടാണ് അവാർഡ് പ്രഖ്യാപനം കണ്ടത്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആ പീരീഡ് ഒഴിവായിരുന്നു. അത് ഭയങ്കര അത്ഭുതമായി. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങനെ ഫ്രീ പീരീഡ് കിട്ടാറില്ലേ ഒരുമിച്ച്. അപ്പോൾ ആ സമയത്ത് ഫ്രീ പീരീഡ് ഒരുമിച്ച് കിട്ടി, ഒരുമിച്ച് കണ്ടു. അപ്പോൾ ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്യണ അനിത. ഫിലിം ഇൻഡസ്ട്രിക്കും അതേപോലെ ജൂറിയോടൊക്കെ വളരെയധികം റെസ്പെക്ട് തോന്നിയ ഒരു സംഭവമാണ് തടവിൽ. ഇങ്ങനെ സാധാരണയായ ഞങ്ങളെ പോലുള്ള ആളുകൾക്ക് അത് ടീച്ചറെ ഉർവശി ചേച്ചിയോടൊപ്പം അംഗീകരിച്ചു എന്ന് പറയുമ്പോൾ അതിലെ പ്യൂരിറ്റി, അതുകൊണ്ട് റിയലി റെസ്പെക്ട്. അത് ഒറ്റയ്ക്കായിരുന്നെങ്കിൽ ഇത്ര സന്തോഷം ഉണ്ടായിരുന്നില്ലായിരുന്നു. ഉർവശി ചേച്ചി അപ്പുറത്ത് ഇരിക്കുന്നത് കൊണ്ട്
അതിന് ഒരുപാട് സന്തോഷം. അത് ശരിയാ, വേണമെങ്കിൽ അവർക്കത് തീർച്ചയായിട്ടും. പക്ഷെ അവർ അതും കൂടെ പരിഗണിച്ച് പരിഗണിച്ചുള്ളത് വലിയൊരു അതെ, നമ്മുടെ കഴിവിനെ നമ്മുടെ എഫേർട്ടിനെ അവരവിടെ റെസ്പെക്ട് ചെയ്തു എന്നുള്ള വലിയ കാര്യം തന്നെയാണ്. അതിലുപരി എന്താ വെച്ചാൽ ഞങ്ങൾ നാടിനാണ് ഒരു ഉത്സവമായിരുന്നു. അതെ, നാട് ഒരു പരുതൂര് പറയുന്നത് ഒരു ഗ്രാമമാണ്, ഗ്രാമപ്രദേശത്ത് പെടുന്ന ഒരു ഭാരതപ്പുഴയോട് ഒട്ടി നിൽക്കുന്ന, ഭാരതപ്പുഴയും തൂതപ്പുഴയും ഇങ്ങനെ ഒഴുകി സംഗമം നിൽക്കുന്ന ഒരു സ്ഥലം, ഗ്രാമമാണ്. കർഷകരും അങ്ങനെയുള്ള സാധാരണക്കാരായി ജീവിക്കുന്ന ആൾക്കാർ, അവർ ആ ഭാഗത്തു നിന്നൊരു എന്താണ് പരുതൂരിനെ എടുത്ത് കാണിക്കുന്ന രൂപത്തിലുള്ള ഒരു എന്താണ് വാർത്ത വരുമ്പോൾ പൊതുവെ അവിടുത്തെ ജനങ്ങൾക്ക് നല്ല ഒരു ആവേശം, ഒരു ടീച്ചർക്ക് എന്നോ കിട്ടേണ്ടതാണ്, പക്ഷെ അവസരം ഇപ്പോഴാണ് വന്നിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല ആ പരുതൂർ ഗ്രാമം വളർത്തിക്കൊണ്ടുവന്നൊരു ആ ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. വായനശാലയും അതുപോലെ ബാലസംഘത്തിന്റെ പ്രവർത്തനങ്ങളും ഒക്കെ ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും നാട്ടുകാർക്കിടയിൽ പിന്നെ നാട്ടിലെ തന്നെ സിനിമയാണ്. ഈ സിനിമയുടെ ലൊക്കേഷൻ മുഴുവൻ കലാകാരന്മാർ, സ്കൂൾ, എൻ്റെ സ്റ്റുഡൻസ്, എൻ്റെ സുഹൃത്തുക്കള്, ബന്ധുക്കള് എല്ലാവരും ചേർന്ന് പരുതൂരിലെ ലൊക്കേഷൻ, പരുതൂരിലെ നാട്ടുകാരൊക്കെ കലാകാരന്മാരൊക്കെ കൂടി പരുതൂരിന്റെ ഒരു സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ അതെ, കുറച്ചപ്പുറത്ത് മാറി ഞങ്ങളുടെ സ്കൂളും പരുതൂര് തന്നെയാണ്. ഞങ്ങൾ രണ്ടുപേരും ഒരേ സ്കൂളിൽ തന്നെ. അവിടെ ഞങ്ങൾക്ക് ഇംഗ്ലീഷ് തിയേറ്റർ ഒക്കെ ഉണ്ട്. അപ്പോൾ ടീച്ചർ അഭിനയിക്കുമ്പോൾ ഞാൻ എന്നോ പറയും, ബീന ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും എനിക്ക് എൻ്റെ മനസ്സിൽ ഒതുങ്ങുന്നില്ല, അത്ര നല്ല അഭിനയമാണ്. അപ്പോൾ ഒരു ദിവസം ലോകം നിന്നെ തിരിച്ചറിയുമെന്ന് ഞാൻ പറയാറുണ്ട്. പല ഇൻ്റർവ്യൂവിൽ അത് പറഞ്ഞിട്ടുണ്ട്. ടീച്ചർക്ക് നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, പ്ലസ് ചില സിനിമയിലും ഷോർട്ട് ഫിലിമിലൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും എന്താണ് യഥാർത്ഥ ബീന എന്നറിയാൻ അങ്ങനെ ഒരു കഥാപാത്രം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് അങ്ങനത്തെ ഒരു കഥാപാത്രം കിട്ടിയത്. അതിന്റെ ഒരു ആഘോഷം, ഞാൻ പറഞ്ഞതിന്റെ ആ ഒരു റിയാലിറ്റി വരികയാണല്ലോ. അതിൽ ആ പടം പ്രേക്ഷകർ കാണുമ്പോൾ അവരും കൂടി ഒന്നുകൂടി വിലയിരുത്തേണ്ടത്. അത്രയ്ക്കും ദേശീയ അവാർഡടക്കം കിട്ടേണ്ട രീതിയിലുള്ള അങ്ങനെ തന്നെയാണ് നമ്മളെ കാഴ്ചപ്പാട്. IFFK എന്ന് പറയുമ്പോൾ വളരെ ചുരുക്കം ആൾക്കാർ മാത്രം വരുന്ന ഒരു വേദിയാണ്. അവിടെ കണ്ടവരിൽ ഒരു 100%, 99%ഉം ആൾക്കാർ ഇതിനെ നല്ല ഒരു പോസിറ്റീവ് ഇത് തന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മറ്റ് പ്രേക്ഷകരിലേക്ക് അത് എത്തുമ്പോൾ നമ്മൾക്ക് സംബന്ധിച്ചത് വലിയൊരു വിലയിരുത്തൽ തന്നെയാണ്. അവിടെ നല്ല പോസിറ്റീവായിട്ട് തന്നെയാണ് നല്ല റിവ്യൂ അതെ അതെ നന്നായിട്ട് പറയുന്നുണ്ട്. IFFK-ലും പോയിട്ടുണ്ടായിരുന്നല്ലോ, അവിടെ നിന്ന് കിട്ടിയ ആ ഒരു പൾസ് എങ്ങനെയുണ്ട്? അപ്പം അത് ഇവിടെ പ്രതീക്ഷിക്കുന്നുണ്ടോ തിയേറ്ററിൽ? ഉണ്ട്, തീർച്ചയായിട്ടും. വിചാരിക്കുന്നതല്ല, നമ്മളൊക്കെ മനസ്സിലുള്ളത് ഇത് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുമ്പോൾ അവർ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നുള്ള കാര്യം തന്നെയാണ്. അത് 1:40 1.5 മണിക്കൂർ പടമുള്ളൂ. പക്ഷെ അത് കണ്ടിരിക്കുന്ന ആൾക്കാർ വെറുതെ ആവില്ല എന്നുള്ളത് സംശയമില്ല. അവര് അതിൽ നിന്ന് കണ്ണ് എടുക്കാതെ ഗ്യാരണ്ടി ഇപ്പൊ ഞങ്ങൾക്ക് നല്ല ഗ്യാരണ്ടി ആയി. ടീച്ചർക്ക് എല്ലാ സ്കൂളുകളിലും സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എന്നും ടീച്ചർ ഉദ്ഘാടനം തന്നെയാണ്. അപ്പൊ ഞങ്ങളുടെ സ്കൂളില് ചന്ദ്രഗ്രഹണവും സൂര്യഗ്രഹണവും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ടീച്ചറെ. അപ്പൊ അറിയാതെ രണ്ടും കൂടി മാറ്റി പറഞ്ഞു. ഈ ചന്ദ്രഗ്രഹണത്തിന് പകരം സൂര്യഗ്രഹണവും സൂര്യഗ്രഹണത്തിന് പകരം ചന്ദ്രഗ്രഹണം പറഞ്ഞു. അപ്പൊ പിറ്റേ ദിവസം ടീച്ചർ പറഞ്ഞു, അതെ ഇന്നലെ ഞാൻ പറഞ്ഞതൊക്കെ മായ്ച്ചോളൂ ഇന്ന് വേറെയാണ്. അപ്പൊ ബീന ടീച്ചർ പറയണേ, ആദ്യമൊക്കെ എനിക്ക് അവാർഡ് കിട്ടി എല്ലാവരും വിളിക്കുമ്പോൾ നല്ല സന്തോഷമായിരുന്നു. കുറെ അപ്പൊ എല്ലാവരും റിയാലിറ്റി മനസ്സിലാക്കി. അപ്പൊ എന്നും തിരക്കാം. അപ്പൊ ബീന ടീച്ചർ പറയാം, ആ ചന്ദ്രഗ്രഹണവും സൂര്യഗ്രഹണവും മായ്ക്കാൻ പറ്റിയല്ലോ, അതേപോലെ എന്റെ അവാർഡൊന്നും മായ്ക്കാൻ പറ്റുന്ന അത്രയും തിരക്കായി നടത്തും. കാരണം ജനം റിസീവ് ചെയ്തു, ഡയറക്റ്റ് ആയിട്ടുള്ള പെർഫോമൻസ് കണ്ടു തന്നെ ജനം അതിനെ റിസീവ് ചെയ്തു. ഞങ്ങൾ നല്ല കോൺഫിഡൻസ് ഉണ്ട്, കാണുന്നവർക്ക് ഭാഗ്യം. പിന്നെ അതില് ഞങ്ങളുടെ അനുഭവം എന്ന് പറയുമ്പോഴേ ഞങ്ങളത് പടം എന്താണ് ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ ടീച്ചറെ ജീവിക്കുന്നില്ലേ, ഓരോ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ ജീവിച്ചു വരികയായിരുന്നു. അല്ലാതെ ഒരു കഥാപാത്രം ഞങ്ങളൊക്കെ ആ കഥാപാത്രം ആ ടൈമിൽ വന്ന് ചെയ്യണം ഇതാവണം, അത്രേ ഉള്ളൂ. ടീച്ചർ അപ്പം നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ തന്നെ അത് കേൾക്കുന്നുണ്ടാവില്ല ടീച്ചർ അടുത്ത സീൻ ഇന്നതാണ്. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പ് അപ്പോഴേ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ആ കഥാപാത്രമായിട്ട് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കും. എന്താ വെച്ചാൽ വല്ലാത്തൊരു കോംപ്ലക്സ് ക്യാരക്ടറായിരുന്നു അത്. അപ്പോൾ ഞാനതിനെ എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ചിന്തകളായിരിക്കും.
അപ്പൊ ഇവര് പലപ്പോഴും പറയും പോയിട്ടോ ഇങ്ങനെ പോയി ഇന്ന് പോയി എന്ന് പറയും ഇവര്. പണ്ടത്തെ ഇവര് കിട്ടുന്ന തമാശ പറയും ചിരിക്കുകയൊക്കെ ചെയ്യും. ഞാനുണ്ടെങ്കിലും ചെറുതായിട്ടൊക്കെ ഒന്ന് ഇങ്ങനെ മൈൻഡ് ചെയ്യുന്നു മാത്രം. പക്ഷെ ഞാൻ ഇതിനെ കുറിച്ച് ചിന്തിക്കായിരിക്കും. അപ്പൊ എനിക്ക് ഭയങ്കര ഞാൻ മാറിയെന്നൊക്കെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങള് 3 പേരും ഫ്രണ്ട്സ് ആണല്ലോ. അപ്പൊ അത് തന്നെയാണ് അതിന്റെ ഒരു ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് ഈ മൂവി ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചോളം വല്ലാണ്ട് അഭിനയിക്കേണ്ട ആവശ്യം വന്നില്ല. ഇത് റിയൽ ലൈഫിൽ ഇതിനെ കൂടെ വളരെ സിറ്റി ആയിട്ട് ഞങ്ങൾ കണ്ടിരിക്കുന്നത്. ഈ സിനിമ എത്രത്തോളം വിജയിക്കുമെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. വെറുതെ അങ്ങനെ ഞങ്ങളൊക്കെ വളരെ ആൾക്കാരും അതെ എന്തൊക്കെയോ ഷോർട്ട് ഫിലിം ഒക്കെ എടുത്ത് നടക്കുന്നുണ്ട്. ആ രീതിയിൽ ആൾക്കാര് എന്തൊക്കെയോ കാട്ടിക്കൊണ്ടിരുന്നുള്ള പോലെയാണ് ആളുകൾ അതൊരു സ്റ്റേറ്റ് അവാർഡിലേക്ക് വരെ എത്തുന്നു. അവാർഡ് വന്നപ്പോ ആളുകളൊക്കെ ഇത്ര ഇങ്ങനൊക്കെ ഒരു സിനിമയാണോ നിങ്ങൾ ഇവിടെ എടുത്തിരുന്നത്, നാട്ടിൽ ഇങ്ങനെ നടന്നിരുന്നില്ലേ. പിന്നെ അതുപോലെ തന്നെയാണല്ലോ സംവിധായകൻ അതിന് നല്ല സപ്പോർട്ടും നല്ലത് തന്നെയായിരുന്നു. സംവിധായകൻ മാത്രമല്ല അതിലുള്ള എല്ലാ അറിയോ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായില്ല. ഞാൻ കേട്ടിട്ടുണ്ടല്ലോ സംവിധായകർ ഭയങ്കര പ്രശ്നമാണ് അല്ലെങ്കിൽ ഭയങ്കര ഇതെന്താ വെച്ചാൽ ഞങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് എന്റെ ട്രെയിനിങ് ഒരു ട്രയലൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കേട്ടു. അതായത് ഒരു മാസത്തെ വളരെ സ്മൂത്ത് ആയിട്ട് അത് വളരെ ടൈമിംഗ് ഒക്കെ വളരെ കറക്റ്റ് ആയിരിക്കും. അപ്പൊ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ട് ഞങ്ങൾക്കില്ല. പിന്നെ നല്ല ഫ്രീഡം. ഞങ്ങൾക്ക് ഒരു സീന് പറയും, എൻ്റെ അടുത്തൊക്കെ സീന് പറയും, എന്നിട്ട് ഡയലോഗ് ഒക്കെ ഞങ്ങൾ നമുക്കുള്ള ഫ്രീഡം ചിലപ്പോൾ ഞങ്ങളെ പ്രായത്തിന്റെ അപ്പൊ ഞങ്ങളെ ഇങ്ങനെ പറയണമെന്നൊന്നുമില്ല, സിറ്റുവേഷൻ മാത്രം തരും. അപ്പൊ ആസ് പെർ ദ സിറ്റുവേഷൻ നമുക്ക് പറയുമ്പോ അപ്പൊ ആ ഒരു ലിബർട്ടി അതിലേക്ക് ആഡ് ചെയ്യും. ഇത് പറഞ്ഞോളൂ എന്ന് നമുക്കൊരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. നമ്മുടെ രീതിയിലേക്കുള്ള ആവാനുള്ള ഒരു സ്വാതന്ത്ര്യം നല്ലതാണ്. അതായിരിക്കാം കുറച്ചും കൂടി നമുക്ക് ഈസി ആയിട്ട്. ഇവരായിട്ടൊന്നും വല്ലാതെ ബുദ്ധിമുട്ടില്ല, എന്നിട്ടൊക്കെ കുറച്ച് ബുദ്ധിമുട്ടില്ല. ഞാൻ ഒരു സാമൂഹ്യ ഒരു പ്രവർത്തകനും കൂടിയാണ്. അപ്പൊ നമുക്ക് കറക്റ്റായിട്ട് 2 മണിക്ക് എത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ 4 മണിക്ക് എത്താൻ പറ്റില്ല. നമ്മൾ രാഷ്ട്രീയപരമായിട്ട് പ്രവർത്തനങ്ങളും കാര്യങ്ങളും പിന്നെ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നെങ്കിലും പിന്നെ കുട്ടികളുടെ ബാലസംഘം അതിൻ്റെ പ്രവർത്തനം ഒക്കെ ആയിട്ട് ഇങ്ങനെ പോണ ഒരാളാണ്. അന്ന് സംസ്ഥാന ക്യാമ്പ് ബാലസംഘത്തിന്റെ തൃത്താരം നടക്കുന്ന സമയത്താണ് ഷൂട്ടിങ് നടക്കുന്നത്. കറക്റ്റ് സമയത്ത് എത്താൻ പറ്റില്ല. അപ്പൊ വാസിൽ വരെ സുബ്രേട്ടാ കുറച്ച് നേരത്തെ വരും. 2 മണി അപ്പൊ 2 മണിയാകുമ്പോൾ ഇന്ന് ഭയങ്കര പക്കയാണ്. നന്നാക്കാനുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു അതൊക്കെ കുറച്ചും കൂടി ഫാസിലിന്റെ കണ്ണില് നന്നായി എന്നുള്ളതിന്. പക്ഷെ എനിക്കിപ്പോ ഇങ്ങനെ മുൻകൂർ ജാമ്യം എടുക്കുന്നതിനൊക്കെ കുറച്ചുകൂടെ നന്നാവും. പടം കാണുമ്പോഴാണ് നമുക്ക് നമ്മൾ അതിന്റെ ഇത് മനസ്സിലാവുന്നത്. അപ്പൊ ഒരു സീനിലൊക്കെ ഇങ്ങനെ തോന്നി ഒന്നുകൂടി നന്നാക്കായിരുന്നു. ഇപ്പൊ നല്ല ധൈര്യമാണ് നന്നാക്കാൻ. ഞാനൊക്കെ ബീന ടീച്ചറെ മാത്രം ഫോക്കസ് ആണ്. അത് നന്നായി ചെയ്യണ്ടല്ലോ, അത് മതി. സ്വയം നോക്കി ഞാൻ എന്റെ കാര്യം നോക്കിയില്ല. പക്ഷെ ഫസ്റ്റ് കട്ട് എല്ലാം കഴിഞ്ഞ് ഔട്ട് വന്നപ്പോ മ്യൂസിക് മൊത്തം ചെയ്യണതിന്റെ മുന്നേ ആദ്യം കണ്ടപ്പോ ഞാൻ ഒരുപാട് സന്തോഷിച്ചു. കാരണം ഞാൻ ഇതിന്റെ കാസ്റ്റിംഗ് ഡയറക്ടർ. അപ്പൊ നമ്മുടെ നാട്ടുകാരെല്ലാവരും നമ്മുടെ അത്രയും പരിചയമുള്ള ആളുകളെല്ലാം ചേർന്നിട്ട് ഒരു മൂവിയാണ്. അപ്പൊ എല്ലാവരും നന്നായി എന്നുള്ളതാണ്. അപ്പൊ അതാണ് ഏറ്റവും സന്തോഷം തോന്നിയത്. കാരണം അംഗനവാടിയിലൊക്കെ കുട്ടികളെ വെച്ചിട്ട് ചെയ്തവരൊക്കെ എന്താ കാണിച്ചു. അപ്പൊ എന്താ വെച്ചാൽ എല്ലാവരും നന്നായി എന്നുള്ള സന്തോഷം ഉണ്ടല്ലോ. അതായത് ഞാൻ അങ്ങനെയല്ല ഞാൻ നോക്കിയത്, എല്ലാവരും നന്നായി എന്നുള്ള സന്തോഷം വല്ലാതെ ഉണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് കഥയിലെ ഫീലിംഗ് നമ്മൾ ഈ കഥയിലുള്ള ആളാണല്ലോ. അപ്പൊ ഇത് അങ്ങനെയൊന്നും ഫീലിംഗ് വന്നില്ല. പക്ഷെ എല്ലാവരും നന്നായി എന്നുള്ളൊരു സന്തോഷമാണ് ആർക്കുണ്ടായത്. അതുപോലെ ഞാൻ കേട്ടൊരു കാര്യമാണ്, ഷൂട്ട് കഴിയുന്നു സ്കൂളിൽ പോയിട്ടാണ് ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നത്, അല്ലെങ്കിൽ കുട്ടികളുടെ കൂടെ അവിടേക്ക് എത്തുമായിരുന്നു എന്നുള്ളതൊക്കെ. അപ്പം ലൊക്കേഷനും സ്കൂളും തമ്മിൽ നമ്മുടെ സ്കൂളിൽ തന്നെ അതെന്താ വെച്ചാല് മാർച്ചിലായിരുന്നു ഞങ്ങൾക്ക് റിഹേഴ്സൽ തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവര് അവിടെ ഉണ്ടാവും, ഉച്ചയ്ക്ക് ഇവര് ക്രൂ ഒക്കെ അവിടെ ഫുഡ് കഴിക്കും. പിന്നെ ഏപ്രിലാണ് ഷൂട്ട് ഉണ്ടായത്. ഞങ്ങൾക്ക് യാതൊരുവിധ സ്കൂൾ ടൈമൊന്നും പോവാതെ വെക്കേഷനിലാണ് ഞങ്ങളുടെയൊക്കെ ഒരു ഫ്രീ ടൈം നോക്കിയിട്ടാണ് ഫാസില് അത് ഷൂട്ട് വെച്ചത്. കാരണം നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായി. ഒരുപാട് കുട്ടികളെ ഇതിലേക്ക് കാസ്റ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ തന്നെ സിനിമ കണ്ടിരിക്കണം. ഭാഗങ്ങൾ കണ്ടു. IFK പോകാൻ പറ്റിയില്ല. അതെ. പിന്നെ അതിന്റെ മുന്നേ അതിര് പിറ അതൊക്കെ അവിടെ ഞങ്ങളുടെ നാട്ടിൽ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ക്രൂവിനെ മൊത്തം നമ്മുടെ നാട്ടുകാർക്കൊക്കെ അറിയാം. അവര് അന്നേ ഇവരെയൊക്കെ അക്സെപ്റ്റ് ചെയ്തിരിക്കും. അതുകൊണ്ട് നമ്മുടെ നാട് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് അവരെപ്പോഴും പറയാറുണ്ട്, നാട് തന്ന വലിയൊരു സപ്പോർട്ട് എന്ന് പറയുന്നത്. സറൗണ്ടിങ്സിന്റെ സപ്പോർട്ട് നമുക്ക് എപ്പോഴും വേണം. ഒരു കടയിൽ ചെന്നിട്ട് കട വേണം കേട്ടോ എന്ന് പറഞ്ഞാൽ
അതിന് യാതൊരു വേറെ കാരണം ഇതുമില്ല. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. വീടായാലും എല്ലാം നമുക്ക് ബാങ്ക് ഇവരുടെ ബാങ്കാണ്. അങ്ങനെ ഫാമിലി മൂവിയാ. ടീച്ചർ അമ്മ ഉണ്ട്, എന്റെ ചേട്ടനുണ്ട്, ചേച്ചിയുണ്ട്, ഞങ്ങളെല്ലാരും എന്റെ മോനുണ്ട്, സുവർണ്ണ ഒരു ഭാഗത്തുണ്ട്, എല്ലാരും ഉണ്ട്. അപ്പം ഒരു ഫ്രണ്ട്ഷിപ്പിൽ കൂടി അതാണ് ഏറ്റവും സന്തോഷം. ഞങ്ങളൊരു ഫ്രണ്ട്ഷിപ്പ് ഒരു മൂവിയിൽ വന്നല്ലോ. അതെ, അത് ഞങ്ങളുടെ ജീവിതത്തിൽ ലൈഫ് ലോങ് ആയിട്ട് അവിടെ കിടക്കുമല്ലോ. അടയാളപ്പെടുത്തിയ ഫാസിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പിനെ ഇനിയിപ്പോ അത് പോവില്ലല്ലോ, അതിങ്ങനെ ഉണ്ടാവുമല്ലോ ഏത് കാലം. ഫാസിൽ എപ്പോഴും പറയാറുണ്ട് ആ ഒരു ഫ്രണ്ട്ഷിപ്പാണ് ഈ മൂവിക്ക് ഒരു ഇൻസ്പിറേഷൻ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ കറക്റ്റ് ഫാസിലിന്റെ സെലക്ഷനും കാസ്റ്റിംഗും പക്കയായിരുന്നു. ഫാസിൽ കാസ്റ്റ് ചെയ്തതാണ്. അങ്ങോട്ടാണ് ബാക്കി കാര്യങ്ങളാണ് കാര്യങ്ങളാണ്. കാരണം അവർക്ക് ഒരുപാട് ഷോർട്ട് ഫിലിംസും 100+ ഷോർട്ട് ഫിലിംസ് എന്തോ ചെയ്ത ഒരാളാന്നുള്ളത് ഞാൻ വായിച്ചു. അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസും ഈ ഒരു സിനിമയിൽ അദ്ദേഹം നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ്. നല്ല ധാരണ ഉള്ള കുട്ടികളാണ്. അതെ, അത് അത്രയും ചെയ്തുകൊണ്ടായിരിക്കും, ചെയ്ത് പഠിക്കുമ്പോഴാണല്ലോ തഴക്കം വരിക എന്ന് പറയുന്നത്. അതെ, നമ്മളിലേക്ക് അങ്ങോട്ട് ഇറങ്ങി വരും. ഒരു സീന് പറഞ്ഞിട്ട് അത് ശരിയല്ലെങ്കിൽ എന്താ ഇങ്ങനെ പറയും. അപ്പം മുഖത്ത് നോക്കിയാൽ നമുക്കറിയാം അത് ശരിയായിട്ടില്ല, എങ്ങനെയെങ്കിലും അതില്ല, നന്നായി അത് കുഴപ്പമില്ല, മതി, അത്ര കണ്ട് പറയാം. അങ്ങനെയുള്ളൊരു ഇതൊക്കെ. അത് എന്താണ് മൃദുല്, ക്യാമറമാൻ മൃദുല്, അവരൊക്കെ തമ്മിലൊന്ന് സംസാരിച്ച ശേഷമാണ് ഒന്നും കൂടി അവർ കൃത്യമായിട്ട് ഹോംവർക്ക് ചെയ്തിട്ടാണ് പിറ്റേ ദിവസത്തേക്കുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് കൃത്യധാരണയിലാണ് അവർ വരുന്നത്. നമ്മുടെ മുന്നിൽ ഒരു കൺഫ്യൂഷനും അവർ വർക്ക് ചെയ്യില്ല. അപ്പം അത് പിന്നെ സിനിമയുടെ ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ തുടക്കം മുതൽ തന്നെ കണ്ട തുടങ്ങും. പിന്നെ ലാസ്റ്റ് വരെ നമുക്കിങ്ങനെ മാറ്റി നിർത്താൻ പറ്റില്ല നമ്മുടെ കണ്ണുകൾ. കാരണം അത്രയും ഒരു ലാഗിങ് ഇല്ലാതെ കൺഫ്യൂഷൻ ഇല്ല. അതാ പറയുന്നത്, നമുക്ക് സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കില്ല എന്ന് പറയാൻ കാരണം അതാണ്. തുടക്കം മുതലേ അവസാനം വരെ വിചാരിക്കുന്നത് പോലെ നല്ല എന്താണ് ഈ കഥയിൽ ഉണ്ടാവുക, അത് നമ്മളല്ലേ പല സ്ഥലത്തുനിന്നും ഈ കഥ എങ്ങനെയൊക്കെ പോകണമെന്ന് തന്നെ അവർക്ക് തന്നെ അറിയില്ല. ചില സ്ഥലങ്ങളിൽ ചെന്നിട്ട് ഞങ്ങൾ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് പ്രേക്ഷകർക്ക് അങ്ങനെയാണ്, ഇനി എന്താ ഉണ്ടാവുക, ഈ കൂട്ടുകാർ തമ്മിൽ ഇനി എന്താ ഉണ്ടാവുക, അങ്ങനെ ഒരു പോക്കാണ് സിനിമ. അതുപോലെ സ്ത്രീപക്ഷ സിനിമ എന്ന് പറഞ്ഞിട്ട് IFFK എല്ലാവരും ഇത് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സെൻട്രൽ ക്യാരക്ടർ ആകുമ്പോൾ ഒരു സ്ത്രീ അനുഭവിക്കുന്ന A to Z ഇഷ്യൂസ് ഉണ്ട്, അതിനൊക്കെ ഇതിൽ കാണിക്കണം. അപ്പൊ അതിന് അത്യാവശ്യം നന്നായിട്ട് ഹോംവർക്ക് ചെയ്തിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു, ഇല്ലേ? ഗീത ടീച്ചറിലേക്കുള്ള ഒരു മാറ്റം. അതെ, പിന്നെ എനിക്ക് തോന്നുന്നു ഈ തിയേറ്റർ തന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തിയേറ്റർ എന്ന് പറയുമ്പോൾ നമുക്കത് അങ്ങനെ ചെയ്യാം എന്നുള്ളൊരു ധാരണകളുണ്ട്. നമ്മൾ കുറേ സ്റ്റേജുകൾ ചെയ്യുമ്പോൾ ഒരു പെർഫോം ചെയ്യാനുള്ള ഒരു ആത്മവിശ്വാസം എന്നുള്ളത് തിയേറ്റർ നമ്മൾ തന്നെയാണ്. അപ്പോൾ അത് വരാതിരിക്കാൻ, തിയേറ്റർ അതിലൊട്ടും വരാതിരിക്കണം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആ ഏത് രീതിയിലുള്ള ഇമോഷൻ പിടിക്കണം എന്നൊക്കെ ഒരു ചിന്ത ഉണ്ടായിരുന്നു. ഒരുപാട് ഹോംവർക്ക് എന്ന് പറയാല്ലേ, ചിന്തകളുണ്ടായിരുന്നു. പിന്നെ ചിലതൊന്നും നമ്മളെ റിഹേഴ്സലിൽ ചെയ്ത് നോക്കാത്ത ചില കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഞാൻ മനസ്സിലൊരു ധാരണ വെച്ചിട്ടാണ് വരിക. അപ്പൊ ഫസ്റ്റ് ടേക്കിൽ ഞാൻ പിക്സ് ഒക്കെ വരുന്ന ഭാഗം, അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ പ്രാവശ്യം നമുക്ക് ചെയ്യാനോ റിഹേഴ്സൽ ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്തത് തന്നെയാണ്, അങ്ങനെയാണ് ചെയ്ത് കാണിച്ചു കൊടുക്കും. അപ്പോൾ ഞാൻ അത് ഇവരോടൊക്കെ പറഞ്ഞു, ഫസ്റ്റ് ടേക്കിൽ ഓക്കെ ആവണട്ടോ, നിങ്ങൾ ഫോക്കസ് പോയി എന്നൊന്നും പറയല്ലേ എന്നൊക്കെ പറയുന്നത്. പക്ഷെ അത് ഫസ്റ്റ് ടേക്കിൽ തന്നെ ഓക്കെ. അതുപോലെ സാരി എടുത്ത് നീന്തണതൊക്കെ എങ്ങനെയൊക്കെയോ അങ്ങനെ കൂടി സംഭവിച്ചു. ട്രെയിലറിൽ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് ഓരോ ഫേസും. ലൈക്ക് ഒന്ന് ഹാപ്പി ഡാൻസ് കളിക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ട്, പിന്നെ ഈ ഒരു കരയുന്ന, ടെൻഷൻ അടിച്ചിരിക്കുന്ന, വിറയ്ക്കുന്നു, ഫിക്സ് വന്ന് വീഴുന്നു, പിന്നെ മകളുടെ കൂടെയുള്ള കുറച്ചൊരു ഹാപ്പി മൊമെന്റ്സ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും അതിൽ തന്നെ ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സ്ത്രീ ഫേസ് ചെയ്യുന്ന പല മൂഡ് സ്വിങ്സ് എന്നുള്ള രീതിയിൽ. അപ്പൊ അത് കണ്ടപ്പോ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ഒരു ഐഡന്റിറ്റി, അതായത് എനിക്ക് എന്റെ രീതി എന്നൊരു അഭിനയം തന്നെയാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് ഇതിന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. സ്ത്രീകൾ എപ്പോഴും ബോൾഡായി നിൽക്കണം എന്ന് പറയാതെ പറയുന്നുണ്ട്. എന്റെ കാര്യം ഞാൻ നോക്കാന്നുള്ള ആ ഒരു മനോഭാവം അതിൽ ഇരുന്നുണ്ട്. ശരി, ഞങ്ങള് ഈ ഗ്രാമം എന്ന് പറഞ്ഞതിന്റെ ഒരു കലാപരമായിട്ട് മുന്നോട്ട് നിൽക്കുന്ന ഗ്രാമം. അവിടെ എന്താണ് നാടകവും പാട്ടും പിന്നെ പൂതലും തിറയും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു കലാഗ്രാമം തന്നെ പറയാം. ഞങ്ങളൊരു വായനശാലുണ്ട്, പൊട്ടിക്കുന്ന എന്താണ് അല്ലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ളൊരു വായനശാലയാണ്. ഇതിൽ പഠിപ്പിക്കുന്ന വിദ്യാലയം അത് 110ാം വാർഷികം തുടങ്ങുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു എന്താണ് പൊതുവെ ഗ്രാമങ്ങളിൽ കുറച്ച് കലാപരമായിട്ട് മുന്നോട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് ചെറുപ്പം മുതലേ ഞങ്ങൾ
വാർഡ് മത്സരങ്ങളും ഞങ്ങൾ രണ്ടുപേരും ഒരേ സ്ഥലത്താണ്. സ്ഥലത്താണ്. അപ്പൊ ഈ വാർഡ് തല മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. അപ്പൊ അന്നൊക്കെ ഞങ്ങൾ ഒരുമിച്ചൊക്കെ എല്ലാ പ്രവർത്തനങ്ങളിലും ഉണ്ടാവും. ചെറുപ്പം മുതലേ ഞങ്ങള് ഇവരെ കാത്തു നിൽക്കും. രാമേന്ദ്ര മാഷ്, ശാന്ത ടീച്ചർ, അച്ഛനും അമ്മയാണ്. പിന്നെ ഷീന, എൻ്റെ കൂട്ടുകാരത്തെ ഷീന, ബീന ടീച്ചർ, ഇവരൊക്കെ വരണത് കാത്തിട്ട് ഞങ്ങൾ നിൽക്കും. ഞങ്ങളൊരു JP സ്കൂളുണ്ട് പരദൂരുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ കാത്തിരിക്കുക ഞങ്ങൾ. ഇവർ വന്നിട്ട് വേണം മറ്റുള്ള പരിപാടികൾ തുടങ്ങാൻ. അന്ന് ഇവര് ചെറുതാണ്, അച്ഛനും അമ്മയും ഒപ്പം ഉണ്ടാവും. പക്ഷെ ഇവരാണ് അന്നും ട്രെയിനിങ്. അപ്പൊ എല്ലാവർക്കും പരിശീലകരൊന്നും വന്നില്ല. ആർക്കും അങ്ങനെ പൈസ കൊടുത്ത് പഠിക്കാനൊന്നുള്ള കഴിവില്ല. അപ്പോ നമുക്കറിയുന്നതിനെ ചിട്ടപ്പെടുത്തി എല്ലാവർക്കും കൊടുത്തു. കാലം ഇങ്ങനെ എല്ലാവർക്കും കൊടുത്ത് സന്തോഷിപ്പിച്ചു. അതിന്റെയൊക്കെ ഒരു ആ നന്മയുടെയൊക്കെ ഒരു ഭാഗമായിരിക്കാം ഈ ഒരു അംഗീകാരം എന്നൊക്കെ ഞാനിപ്പോ വിശ്വസിക്കുന്നു. അതുപോലെ നമ്മുടെ മുന്നിലുള്ള കുട്ടികൾക്കും അതെ അനുഭവങ്ങൾ കുറേ കൊടുത്തുകൊണ്ടിരിക്കും. അനിത ടീച്ചർ എന്ന് പറഞ്ഞാല് അനിത ടീച്ചർക്ക് ചെറുപ്പത്തില് കുറെ ആഗ്രഹിച്ചിട്ട് കുറെ കിട്ടാതെ പോയിട്ടുണ്ട്. എനിക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങളിപ്പോ ചെയ്തുകൊണ്ടിരിക്കണ എനിക്ക് എന്തൊക്കെ കിട്ടി അതെല്ലാം കുട്ടികൾക്ക് കൊടുക്കണം. അനിത ടീച്ചർക്ക് എന്തൊക്കെ നഷ്ടമായി കുട്ടിക്കാലത്ത് അത് അനിത ടീച്ചർ. എനിക്ക് നഷ്ടമായത് എന്റെ കുട്ടികൾക്ക് നഷ്ടമായത് കൂടുതലുകളും അത് ഞങ്ങൾ രണ്ടുപേരും കൂടെ രണ്ടുപേരുടെയും കഴിവുകളെ ബ്ലെൻഡ് ചെയ്തുകൊണ്ട് കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. അനിത എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നുണ്ട്, മലയാളം ഇംഗ്ലീഷും ഉണ്ട്. അപ്പൊ തിയേറ്റർ ക്ലാസ് റൂമിൽ കൊണ്ടുവരിക എന്നുള്ളൊരു രീതി. അപ്പൊ അനിത ടീച്ചർ ലാംഗ്വേജ് ഇംഗ്ലീഷിൽ നല്ല നല്ല ഏബിളാണ്. അപ്പൊ എന്റെ തിയേറ്ററും ആളുടെ ലാംഗ്വേജും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ കുട്ടികൾ സ്വയം എനിക്ക് എങ്ങനെയാ വെച്ചാൽ സ്വയം പെർഫോം ചെയ്യണം. നാടകം ഇല്ലാണ്ട് എനിക്ക് വയ്യ. എനിക്കിങ്ങനെ സ്റ്റേജിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കണം, ഒപ്പം കുട്ടികളുടെ പെർഫോമൻസ് കാണുകയും ചെയ്യണം. ഞങ്ങള് എന്താണ് അവിടെ ഒരു ബാങ്കിൽ വർക്ക് ചെയ്യാണ് ഞാൻ. അപ്പോൾ ബാങ്കിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെയാണ് ഇവരെ എന്താണ് സ്കൂളിലെ തിയേറ്റർ അങ്ങനെ പോകുമ്പോൾ ആള് ആർട്ട് വർക്കൊക്കെ പ്രോപ്പർട്ടീസ് വേണമല്ലോ ഇതിന് ഒരുപാട്. ഞങ്ങളൊരു 4 മണിക്കൂർ പ്രോഗ്രാമൊക്കെ എല്ലാ കുട്ടികളെയും വെച്ച് ചെയ്തു. പുഴയുടെ തീരത്ത് ഒരു സ്റ്റേജ് കണ്ടു, വെള്ളിയങ്കല്ല് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവിടെ വെച്ചിട്ട് 4 മണിക്കൂർ പ്രോഗ്രാം ഒരു 400ഓളം കുട്ടികളെ വെച്ച് ചെയ്തു. അപ്പൊ അതിന് വേണ്ടിയുള്ള മൊത്തം പ്രോപ്പർട്ടീസ് പിന്നെ ടെക്സ്റ്റ് ബുക്കിനെ ഞങ്ങൾ മൊത്തം മാറ്റും. അതിന്റെ കണ്ടന്റ് ഉണ്ടായിരിക്കും, രീതി മാറ്റും. എന്നിട്ട് നമ്മൾ അതിനെ സ്കിറ്റ് ആയിട്ടും കോറിയോഗ്രാഫി ആയിട്ടും എല്ലാം കൊണ്ടുവരും. അഡ്വർടൈസ്മെന്റ് എല്ലാം കൊണ്ടുവരും. അതിന്റെ എസൻസ് ഒന്നും പോവില്ല. ഒരുപക്ഷെ അത് തന്നെയായിരിക്കും കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ റിസർച്ചും കൂടിയായിരുന്നു. അത് സക്സസ് ആയി എന്നുള്ളതാണ്. അല്ല ശരിയാ. കാരണം കുട്ടികൾ ഈ പാഠപുസ്തകം നോക്കി വായിക്കുന്നതും നമ്മളൊരു കാര്യം ചെയ്തും അറിഞ്ഞും പഠിക്കും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ കുട്ടികളും ചെയ്യും ഞങ്ങളും ചെയ്യും. അതെ. ഇപ്പൊ നിങ്ങൾ ചോദിച്ചില്ലേ അവാർഡ് കിട്ടിയപ്പോ എന്ത് തോന്നിയെന്ന്, അത് ഞങ്ങളിപ്പോ ഇനി അഭിനയിച്ച് കാണിക്കാൻ പോവാണ്. അല്ല ഞങ്ങൾ തന്നെ ഞങ്ങളുടെ കുട്ടികൾക്ക് ഒരു ഇൻസ്പിറേഷനാണ്. അത് നമ്മളെ ചെയ്യും. അപ്പൊ കുട്ടികൾക്ക് മടി ഉണ്ടാവില്ലല്ലോ. ശരി. അതുകൊണ്ട് അവർക്ക് അത് ചെയ്യാൻ ശരിയാണ് എന്നുള്ളത് പ്രത്യേകിച്ച് ഒരു ടീച്ചിങ് പ്രൊഫഷൻ ആകുമ്പോൾ കുട്ടികളെ നോക്കി കാണുന്ന അതെ കുട്ടികളിലേക്ക് കൂടുതൽ എടുക്കുകയും ചെയ്യും. കുട്ടികൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണല്ലോ. ഒരു സമയം വരെ നമ്മുടെ PT പീരീഡും എക്സ്ട്രാ കരിക്കുലം നമുക്ക് ഉണ്ടാവുന്ന പീരീഡൊക്കെ മറ്റു ടീച്ചേഴ്സ് കയറി ഇടപെടുന്നു എന്ന് പറഞ്ഞ കുറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അവിടെ അത് വെച്ച് നോക്കുമ്പോൾ കലയും അല്ലെങ്കിൽ മറ്റു ആക്ടിവിറ്റീസിനും ആ പീരീഡ് കൃത്യമായിട്ട് കൊടുക്കണം എന്നുള്ളൊരു കാര്യമുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ സ്കൂളിൽ നിങ്ങൾ ചെയ്യുന്നത് വളരെ പക്കയാണ്. അതിന്റെ റിസൾട്ട് അവിടെ കാണാൻ കൂടി തീർച്ചയായിട്ടും നല്ല അംഗീകാരം കിട്ടിയിരിക്കും. സ്റ്റേറ്റ് ലെവലിലൊക്കെ ഞങ്ങള് സെമിനാറൊക്കെ പോയിട്ട് അവതരിപ്പിച്ചു. സിനിമയിലും വന്നു. അങ്ങനെയാണ് ബീന ടീച്ചറുടെ കല ഞാൻ കണ്ടുപിടിച്ചത്. നമുക്കപ്പോ അതിലൊരു ചെറിയൊരു കവിതയോ പാട്ടോ എന്തെങ്കിലും ഉണ്ടോ? ബുദ്ധിമുട്ടില്ലെങ്കിൽ ചൊല്ലാവോ? പാട്ട് കരയാതെ കരയാതെ കൺമണിയേ കണ്ണീരു വാർത്തിടല്ലേ, കരയാതെ കരയാതെ കൺമണിയേ കണ്ണീരു വാർത്തിടല്ലേ, അകലേക്ക് പോയി മറഞ്ഞെങ്കിലും നീ എൻ ഹൃദയത്തിലോർമ്മയല്ലേ, അകലേക്ക് പോയി മറഞ്ഞെങ്കിലും നീ എൻ ഹൃദയത്തിലോർമ്മയല്ലേ.
അത് ഒരു ഈ 4 വരി അതിൽ പാടിയിട്ടുള്ളൂ. 8 വരി നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഇതേ മോഡൽ തന്നെയാണ്. പിന്നെ കുറച്ച് ഹമ്മിങ്ങും കൂടിയിട്ടുള്ള ഒരു നമ്മളെ ആ എഴുത്തും സംഗീതവും പാടലൊക്കെ കൂടിയൊക്കെ. എന്തായാലും സാധാരണക്കാരായ ഞങ്ങളുടെ സിനിമ വിജയിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ തീർച്ചയായിട്ടും റിക്വസ്റ്റ് എന്ന് പറയുന്നത്. കാരണം ഇത് ഒരാളുടെ അല്ല, അത് പറഞ്ഞു കേട്ടപ്പോ ഒരു ദേശത്തിന്റെ കഥ തന്നെ പറയാം. ഒരു ദേശത്തിന്റെ കഥ തന്നെയാണ് അവരുടെ എഫേർട്ടും. അതെ, സ്വാഭാവികമായിട്ടും IFFK ആണെങ്കിലും സ്റ്റേറ്റ് അവാർഡാണ്, ഇപ്പൊ പറഞ്ഞ ജോൺ എബ്രഹാം അവാർഡാണെങ്കിലും ഇതിലൊക്കെ നമ്മൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സിനിമാ പ്രേമികൾ എന്തായാലും കാമ്പുള്ളൊരു സിനിമയാണെന്നുള്ള കാര്യം ഉറപ്പായിട്ടും അവര് മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു റെസ്പോൺസ് തിയേറ്ററിന് നമ്മൾ പ്രതീക്ഷിക്കുന്ന തന്നെയുണ്ട്. അപ്പോൾ വളരെ അടിപൊളിയായിട്ട് 21-ാം തീയതി കയറുന്ന എല്ലാ പ്രേക്ഷകരും ഹൗസ്ഫുള്ളായിട്ട് കാണട്ടെ, അതിനെ അംഗീകരിക്കട്ടെ, അതിനെ കൂടുതൽ ആഘോഷമാക്കി നാടും അവിടുത്തെ രീതികളും സ്കൂളും ടീച്ചേഴ്സിനെയും സാറിനെയും എല്ലാവരെയും മനസ്സിലാക്കട്ടെ എന്നൊക്കെ ആശംസിക്കുകയാണ്. അപ്പോൾ കണ്ടതിലും സംസാരിച്ചതിലൊക്കെ സന്തോഷം. വീഡിയോ പ്രൊമോഷന് വേണ്ടി നിങ്ങളും തയ്യാറായതിന് നിങ്ങളോടും താങ്ക്സ് പറയണം. ഞങ്ങൾ സിനിമാ പ്രാന്തൻ എന്ന് ഞങ്ങളുടെ ചാനലിന്റെ പേര്. സിനിമയെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെ ഇവിടെ ഉള്ളത്. അപ്പോൾ നല്ല സിനിമകളെ ഞങ്ങളിങ്ങനെ പ്രോത്സാഹിപ്പിക്കുമാറ്. അപ്പം ഞങ്ങളുടെ ജോലി തന്നെയാണ്. പക്ഷെ നിങ്ങൾ എടുക്കുന്ന ഒരു എഫേർട്ട് ഉണ്ട്. അതിപ്പം സിനിമയ്ക്ക് വേണ്ടി മാത്രമല്ല, അതാണ് എനിക്ക് പ്രത്യേകം പറയാനുള്ളത്. ഒരു നാടിനും അവിടുത്തെ കുട്ടികൾക്കും കലയ്ക്കും വേണ്ടി നിങ്ങൾ കൊടുക്കുന്ന ഒരു എഫേർട്ട് ഉണ്ട്. അത് നിങ്ങളായിട്ട് സ്വയം എടുത്ത് അറിഞ്ഞ് ചെയ്യുന്ന കാര്യങ്ങൾ, ഒരാൾ പറഞ്ഞ് ചെയ്യിക്കുന്നതോ അല്ലെങ്കിൽ ഒരു സാലറി ബേസ്ഡ് ആയിട്ടോ ചെയ്യുന്നതല്ല. അപ്പൊ അതും അംഗീകരിക്കപ്പെടുക വേണം. അപ്പൊ അതും ആളുകളിലേക്ക് എത്തട്ടെ, അതും എല്ലാവർക്കും നല്ലൊരു ഇൻസ്പിറേഷൻ ആവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ഒരുപാട് സന്തോഷം. 21-ാം തീയതി ഇപ്പൊ തിയേറ്ററിൽ നമുക്ക് എല്ലാവർക്കും കാണാം. ഓക്കെ, താങ്ക് യു.